എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം. പെൻഷൻ ഗുണഭോക്താക്കൾക്കുൾപ്പെടെ നാളുകളായി മുടങ്ങിക്കിടക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി സർക്കാർ നടപടി ആരംഭിച്ചു. കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും തുക ലഭ്യമായ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന് ആശ്വാസകരമായ നടപടിയിലേക്ക് കടക്കാൻ സാധിച്ചത്. പെൻഷൻ ഗുണഭോക്താക്കളിൽ തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, വിധവ പെൻഷൻ, ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന 8 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾ പെൻഷൻ എത്തിച്ചേരുന്ന അക്കൗണ്ടുകൾ ആധാർ അധിഷ്ഠിതമാണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യേണ്ടതാണ്. ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള 27 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും. എന്നാൽ കേന്ദ്രവിഹിതം ലഭിക്കുന്നതിനായി സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളും ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കാത്ത പക്ഷം ഇവർക്ക് തുക ലഭിക്കുന്നതല്ല എന്നുള്ള കേന്ദ്ര നിർദ്ദേശവും എത്തിയിട്ടുണ്ട്. കേന്ദ്രവിഹിതം സ്ഥിരമായി മുടങ്ങുന്നതിനുള്ള കാരണവും ഇതുതന്നെയാണ്. ഇതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിവിധ ക്ഷേമനിധി ഗുണഭോക്താക്കൾക്കും പ്രധാനപ്പെട്ട തീയതി അറിയിപ്പുകളും എത്തിയിരിക്കുകയാണ്. വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പലപ്പോഴും പെൻഷൻ തുക 3200 രൂപ വിതരണം ചെയ്യുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളെ അപേക്ഷിച്ച് 1600 രൂപ മാത്രമാണ് എത്തിച്ചേരുന്നത് എന്നുള്ള പരാതി കൂടി ഉയർന്നിരിക്കുകയാണ്. പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വം എടുത്തിട്ടുള്ള എല്ലാ പ്രവാസികളും മൊബൈൽ നമ്പർ ജനുവരി 31-നകം അപ്ഡേറ്റ് ചെയ്യണമെന്ന് അധികൃതർ ഒരു തീയതി അറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ബോർഡിൽ നിന്ന് നൽകുന്ന വിവരങ്ങൾ ക്ഷേമനിധി അംഗങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നില്ല എന്നും രജിസ്റ്റർ സമയത്ത് അംഗങ്ങൾ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ മറുപടി ലഭിക്കാത്ത സാഹചര്യം മനസ്സിലാക്കിയാണ് മൊബൈൽ ഫോൺ അപ്ഡേറ്റ് ചെയ്യാനുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ മൊബൈൽ നമ്പർ നൽകാതെ അംഗത്വം എടുത്തിട്ടുള്ളവർക്ക് www.pravasi.kerala.org എന്ന വെബ്സൈറ്റിൽ കയറി നിലവിലുള്ള അംഗങ്ങളുടെ രജിസ്ട്രേഷൻ എന്ന ലിങ്കിലൂടെ പുതിയ നമ്പർ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. വിധവ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവർക്കുള്ള നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിന് ജനുവരി 30 വരെ അവസരമുണ്ട്. ഇതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾക്കുള്ള വിതരണ നടപടികൾ ജനുവരി മാസം 20-ാം തീയതി മുതൽ ആരംഭിച്ച് പെൻഷൻ തുക 27-ാം തീയതി മുതൽ വിതരണം ചെയ്തേക്കുമെന്നുള്ള അറിയിപ്പുകൾ കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. പെൻഷൻ വിതരണ ഉത്തരവ് വരുന്ന ആഴ്ച പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.